തൊലികളിലെ രോമകൂപങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. ഏതുകൊണ്ട്? ഏത് മുഖേന? ഏതുകൊണ്ട്? ഏത് മുഖേന എഴുന്നേറ്റ് നിൽക്കുന്ന പറഞ്ഞു? ഈ ഖുർആൻ മുഖേന. അള്ളാഹു ഇറക്കിയ ഈ വശ്യമായ ഏറ്റവും നല്ല വർത്തമാനമാകുന്ന ഖുർആൻ മുഖേന മനുഷ്യനെ ഇത് കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അവന്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്ന പറഞ്ഞ ഇത് നമുക്ക് വല്ലാതെ ബേജാറുണ്ടാക്കേണ്ട ഒരായത്താണ്. വല്ലാതെ ബേജാറുണ്ടാക്കേണ്ട ഒരായത്താണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ബോധിപ്പോണ്ട ആയത്തല്ല. കാരണം എന്താന്ന് വെച്ചാൽ ശരീരത്തിലെ എല്ലാ രോമകൂപങ്ങളും മനുഷ്യന്റെ തൊലി, ആ തൊലിയിലെ എല്ലാ രോമത്തിന്റെ എത്ര രോമങ്ങൾ ഉണ്ടെങ്കിൽ കഴിയില്ല. ആ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് അള്ളാഹു. രോമാഞ്ചം ഉണ്ടാകുക ഖുർആൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിന്റെ ബാക്കി അടുത്ത വാക്ക് ഇതിനേക്കാൾ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. നോക്കി, ആരെ തൊലികളാണ്? അല്ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്നവരുടെ തൊലികളാണ്. ഉണ്ടായില്ലെങ്കിൽ അർത്ഥം എന്താ? നമ്മളെ ഖുശൂ കാപട്യാണ്. അതിനേക്കാൾ ബേജാറുണ്ടാണ്ടി എന്താ? നമ്മളെ ഖുശൂ കാപട്യാണ്. റബ്ബിനെ സത്യത്തിൽ ഭയപ്പെടുന്ന ആളുകളുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന പറഞ്ഞ ഈ ഗ്രന്ഥം കാരണം. ശരി, രണ്ട് കാരണമാണ്. ഒന്ന് ഖുശൂ ഇല്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം നമുക്കിത് മനസ്സിലായിട്ടില്ല. ഈ നല്ല വർത്തമാനം മനസ്സിലായിട്ടില്ല. ശരി, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ 9 ക്ലാസ് വിശദീകരിച്ച തന്നെയാണ്. പക്ഷെ ഇത് മനസ്സിലായെങ്കിൽ അടുത്ത ആയത്തെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്. അടുത്ത ആയത്ത് മനസ്സിലാകണമെങ്കിൽ ഇത് ശരിക്ക് ഹൃദയത്തെ തട്ടിയാലേ അടുത്ത ആയത്ത് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ റബ്ബിനെ കുറിച്ചുള്ള പേടി ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകും തന്നെയാണ് പറയുന്നത്. അപ്പൊ ഹൃദയത്തിലേക്ക് തട്ടണം ഈ ആയത്തുകൾ. ഹൃദയത്തിലേക്ക് തട്ടിയാൽ സ്വാഭാവികമായും ഈ അവസ്ഥ ഉണ്ടാകും തന്നെയാണ്. അപ്പൊ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായി കേട്ട ഖുർആന്റെ ആയത്ത് എന്തായിരുന്നു? ആദ്യമായിട്ട് അദ്ദേഹം കേട്ട ഖുർആന്റെ ആയത്ത് എന്തായിരുന്നു? ആ ചരിത്രം കണ്ടില്ലേ? ഏതാണ്? തോഹ. തോഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ക. ബാക്കി ഇല്ലാ തദ്കിറത്തൻ ലിമൻ. ഈ ഖുർആൻ ആരെയും ഇടങ്ങാറാക്കാൻ നാം ഇറക്കിയിട്ടില്ല. മാ അൻസൽനാ, നാം ഇറക്കിയിട്ടില്ല. അതാ പറയാം. നബിയെ, താങ്കൾക്ക് ഈ ഖുർആൻ ആരെയും ഇടങ്ങാറാക്കാൻ വേണ്ടി ഇറക്കിയിട്ടല്ല. ഇല്ലാത്തത് ഒരു ഉത്ബോധനം മാത്രം, ഓർമ്മപ്പെടുത്തുക. ആർക്ക്? ലിമൻ യഖ്ശ, അല്ലാഹുവിനെ പേടിക്കുന്നവൻ. ഈ ആയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്കാണ് തട്ടി. പിന്നെന്താ ഉണ്ടായതെന്ന ചരിത്രം എല്ലാവർക്കും അറിയാം. എന്തിനാണോ പുറപ്പെട്ടത് നേരെ തിരിഞ്ഞു കാര്യം. എങ്ങനെ കൊല്ലാനോ പുറപ്പെട്ടത്, പിന്നെ അതിലേക്ക് സംരക്ഷണമായി മാറി. എന്നിട്ട് ആ ഖുർആൻ, ഞാനിത് ഉമർ ഖത്താബിന്റെ ചരിത്രം പറഞ്ഞതിനാന്ന് വെച്ചാൽ, ഉമർ ഖത്താബിന്റെ ചരിത്രം പറഞ്ഞത്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചതും മുസ്ലിം ആയതും പിന്നെ ഏതൊരു കാര്യം കൊണ്ടായിരുന്നു? ഖുർആൻ കൊണ്ട് മാത്രമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജാഹിലിയത്തിൽ അദ്ദേഹം ആരായിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ആ വ്യക്തിയിലുണ്ടായ മാറ്റം അതാണ് അടുത്ത ഈ ആയത്തിന്റെ ബാക്കി പറയാൻ പോണത്. അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ച സ്വഹാബികൾ പറയുന്നുണ്ട്. മയ്യത്ത് കുളിപ്പിച്ച സ്വഹാബികൾ പറയണേ, ഞങ്ങൾ കണ്ടു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പ്രത്യേകത എന്താണെന്നറിയാം. അദ്ദേഹത്തിന്റെ മുഖത്ത് ഖത്താനി അസ്വദാനി മിൻ ശിദ്ദത്തിൽ മുഖാ. ഖത്താനി അസ്വദാനി, കറുത്ത 2 പാടുകൾ നിങ്ങൾ കണ്ടു. നമുക്ക് കണ്ണീരൊളിച്ച പാടാണ്. മിൻ ശിദ്ദത്തിൽ മുഖാ, കരഞ്ഞ് 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 കരഞ്ഞിട്ട് ആ കരച്ചിലിന്റെ കാഠിന്യം കാരണം കണ്ണീരൊളിച്ച ഭാഗത്ത് 2 കറുത്ത പാടുകൾ ഞങ്ങൾ കണ്ടു എന്നാ സ്വഹാബികൾ. ഇദാ തുതില ആയാത്തുർ റഹ്മാനി ഖറു സുജ്ജദൻ വ
ബുക്കിയ കരയുന്ന, കരയും. യബുകൂന വയസീദുഹും ഖുശൂഅ. ആ വിഷയതാണ്. യബുക്കൂന, അവർ കരയും. ഖുർആനെ പറ്റിയാ പറഞ്ഞത്. ഖുർആൻ അറിഞ്ഞ ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്. സൂറത്ത് ഇസ്രാഈൽ അവസാന ഭാഗം. ഖുർആൻ അർത്ഥം മനസ്സിലാക്കിയ ആൾക്കാര്, ആശയം മനസ്സിലാക്കി, യബുക്കൂന, അവർ കരയും. വയസീദുഹും ഖുശൂഅ, അവർക്ക് ഭയം വർദ്ധിക്കും, പേടിക്കും. അവർ പേടി കൂടി കൂടി വരും. അതാണ് ചരിത്രത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ശരി. അപ്പൊ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരുടെ ജീവിതം എത്രമാത്രം ബേജാറുണ്ടായി നമ്മൾ പഠിക്കുമ്പോഴാണ് യാതൊരു ഉറപ്പില്ലാത്ത നമ്മളെ കാര്യം. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവര് ആ ഹാങ് ഓവറിൽ നടത്തിയിരുന്നോ? അല്ലല്ലോ. എത്ര വണ്ടി ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നാളേക്ക് വേണ്ടി നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചതെന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നുള്ള ആയത്തുണ്ടല്ലോ. നമ്മളെത്രയോ ഹുത്തുബിയിൽ കേട്ടതാണ്, പ്രസംഗത്തിൽ കേട്ടതാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞാലേ, വല്ലാഹി ഇന്നി ലവദിത്തു അൻ യകൂന ശജറ യക്തഹു വയകും. അള്ളാഹനെ തന്നെയാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാൻ കേവലം ഒരു മരമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഒരു ഖലീഫ ആട്ടി ഭൂമിയിലെ ഒരു വിത്ത് വീണ് വളർന്ന് പടർന്ന് പന്തലിച്ച് വലുതായി ഇങ്ങനെ ചലിക്കാതെ സഞ്ചരിക്കാതെ യാത്ര ചെയ്യാതെ ഇങ്ങനെ നിന്നിടത്ത് നിൽക്കുന്ന കേവലം ഒരു മരം ആയിരുന്നെങ്കിൽ, ഹിസാബില്ല, ഒരു മരമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാ പറഞ്ഞു ഈ ആയത്തിറങ്ങിയത്. ഇത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആൾക്കാരുടെ ജീവിതം. രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? ഒന്നാമത്തെ വ്യക്തി അബൂബക്കർ സിദ്ദീഖിന്റെ ചരിത്രം പറഞ്ഞു. രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരിക, അവസാനം മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യാത്ര കഴിഞ്ഞ് ഖുലഫാഉർ റാഷിദുകളിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയാൽ ഉമർ ഇബ്നുൽ ഖത്താബ്. അത്ര കൊല്ലം ഭരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇസ്ലാമിക രാജ്യം വിശാലമായത് ആരുടെ കാലത്താണ്? ഉമർ ഖത്താബിന്റെ കാലത്താണ്. അങ്ങനെ അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് ഒരു ദൂര യാത്ര കഴിഞ്ഞ് ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് കുട്ടികളെ മരിച്ചിട്ട് ഈ കുട്ടികളെ പല മണ്ണിൽ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുവേ, ഉമറിന്റെ ഭരണം, ഉമറിന്റെ രാജ്യം ഷർക്കിലും അറബിലും വിശാലമായിട്ടുണ്ട്, കിഴക്കും പടിഞ്ഞാറും വിശാലമാണ്. പക്ഷേ ഉമറിന്റെ മനസ്സ്, ശരീരം, മനസ്സെടുത്തത് ശരീരത്തില, വയസ്സായി, ശരീരത്തിന് ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്, മനസ്സ് വിചാരിക്കുന്നിടത്ത് തടിയെത്താത്തൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് പഠിച്ചോനെ ഈ വല്ലാതെ തന്നെ എൻ്റെ മേലിൽ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ തലയിലുള്ള എല്ലാ പഠിച്ചോനെയെന്നാവും അദ്ദേഹം പറഞ്ഞത്. പഠിച്ചോനെ ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ആ കൊത്ത് കിട്ടി, മരണപ്പെട്ടു. ശരി. അപ്പോൾ ആ ഒരു ബേജാറാണ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അധികാരങ്ങളും സ്ഥാനങ്ങളും ഒന്നുമല്ലല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ആള്. മൂപ്പര് അധികം ഉണ്ടായ ഉസ്മാൻ അഫ്ഫാന്റെ ചരിത്രം. ഉസ്മാൻ അഫ്ഫാന്റെ പ്രത്യേകത, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിവ് കിട്ടിയാൽ ഇവിടെ ജീവിതത്തിൽ അധിക സമയം അദ്ദേഹം എവിടെ ചെലവഴിച്ചെന്നറിയോ? മക്ബറയിൽ. ഒഴിവ് കിട്ടിയ അദ്ദേഹം മക്ബറയിൽ പോകും. മക്ബറയുടെ പ്രത്യേകത, മക്ബറ എന്നുള്ള ജാറാന്ന് വിചാരിക്കണ്ട, ജാറല്ല. മക്ബറയിൽ പോകുന്ന ജാറത്ത് പോകുന്നല്ല, ഖബർസ്ഥാനിൽ പോകും. ഖബർസ്ഥാനിൽ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞതിനാ മരണത്തെ പരലോകത്തെ കുറിച്ച്. എന്നിട്ട് അവിടെ ഇങ്ങനെ ചെന്നിട്ട് കരഞ്ഞിങ്ങനെ താടി ഒന്നോളമുള്ള താടി രോഗത്തിലൂടെ ഇങ്ങനെ കണ്ണീരിങ്ങനെ അറ്റി വീഴുന്നവർ. ശരി. മദീനത്ത് വന്നപ്പോ മസ്ജിദ് നബവി ഉണ്ടാക്കാൻ വേണ്ടി അൻസാരികളിൽ കൊടുത്ത പൈസ ചരിത്രക്കാരല്ലോ. പക്ഷെ അവിടെ വന്നപ്പോ പൈസ മസ്ജിദ് നബവിക്കുള്ള സ്ഥലം, കാരണം മദീനത്ത് ആരാളുടെ കൂടുതൽ ജൂതന്മാരാണ്. മദീനത്ത് ജൂതന്മാരുടെ കയ്യിലാണ് സ്ഥലമൊക്കെ. മുസ്ലിം ഇസ്ലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം പൈസ വേണം, മസ്ജിദ് നബവിക്ക് സ്ഥലം വാങ്ങണം, പള്ളി ഉണ്ടാക്കണം. അപ്പൊ റസൂലുള്ളാ എല്ലാരും വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ഇവരെ കയ്യിൽ, ജൂതന്മാരുടെ കയ്യിലാണ്, ചോദിക്കുന്ന പൈസ തന്നെ കിട്ടുള്ളൂ.
ആരാണ് ഇസ്ലാമിനെ സഹായിക്കുക? രണ്ടാമത്തെ ഹറവാൻ ഉണ്ടാക്കാൻ പോകണം. നബി പറഞ്ഞു സ്വർഗം കിട്ടും, അത് തയ്യാറാന്ന് വെച്ചു. ഉസ്മാൻ അഫ്ഫാൻ ചാടി എന്നിട്ട് പറഞ്ഞ റസൂലേ ഞാൻ വാങ്ങി കൊടുത്തു. അദ്ദേഹം പണക്കാരനാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ മദീനത്തെ ബക്കയിലൊക്കെ മദീനയിലെ ഖബർസ്ഥാൻ, അത് വളരെ ചെറിയ ഒരു സ്ഥലമാണ്. മുസ്ലിമുകൾ ഒരുപാട് വ്യാപിച്ചിട്ടുണ്ട്, എണ്ണം കൂടിയുണ്ട്. ഖബർസ്ഥാന സ്ഥലമില്ല, ചുറ്റുള്ള സ്ഥലം ആരെയില്ല, യൂതന്മാരെ കയ്യില്ല. ഇതേപോലെ നബി മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു ആരാ വാങ്ങിത്തരുന്നത്? സ്വർഗം കിട്ടുന്നു. ഉടനെ ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞല്ലോ സ്വർഗം കിട്ടുന്നതാണ് ഏതിലും വാങ്ങിത്തരണം. ഓർത്തു നോക്കണം ഈ സംഭവം. കുറച്ചു കാലം കഴിഞ്ഞു ആകെ പ്രശ്നമായി. കാരണം വെള്ളമില്ല, കുടിക്കാനും കുടിക്കാനും വെള്ളമില്ല മുസ്ലിമീങ്ങൾക്ക്. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു, റസൂലിനടുക്കൽ പറഞ്ഞു, ആ റോമക്കാരന്റെ റോമക്കാരന്റെ കിണർ നിറയെ വെള്ളം, അത് കിട്ടിയാൽ നമ്മളെ എല്ലാ പ്രതിസന്ധിയും തീരും. ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും കുടിക്കാനും കുടിക്കാനും. പക്ഷെ റോമക്കാരൻ്റെതാണ്, തിരുവല്ല മുസ്ലിമീങ്ങൾക്ക് വില കൊടുക്കും. നബി ഉടനെ മീറ്റിംഗ് വിളിച്ചു, എല്ലാവരും വിളിച്ചില്ല. അവർക്ക് ആലോചിച്ചു, ഇത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മുസ്ലിമീങ്ങൾക്ക് വെള്ളമല്ല കുടിക്കാൻ, ആരാ വാങ്ങിത്തരുന്നു വെച്ചു. ഉടനെ ഉസ്മാൻ അഫ്ഫാൻ എഴുന്നേറ്റു, ഞാൻ വാങ്ങിത്തരാം. ഇത് പറയാൻ കാരണം അറിയോ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം നിങ്ങൾ പഠിച്ചില്ലേ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആരാ കൊന്നത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആരാ കൊന്നത്? മുസ്ലിമീങ്ങളാ കൊന്നത്. അറിയോ? മുസ്ലിമീങ്ങളാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ അൻഹുവിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഭരണ പ്രതിസന്ധിയും അധികാര പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകുന്നത്. മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടായി, അധികാര തർക്കങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉസ്മാൻ ബിൻ അഫ്ഫാനെ വീട്ടു തടങ്കലിലാക്കി. ഇന്നും പല രാജ്യങ്ങളിലും അറേബ്യ രാജ്യങ്ങളിലൊക്കെ ഈ വീട്ടു തടങ്കലിലാക്കുന്ന സ്വഭാവം എപ്പോഴും ഉണ്ട്. അത് ഭരണാധികാരിയെ പിടിച്ച് സ്വകാര്യമായിട്ട് വീട്ടു തടങ്കലിലാക്കിയിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചു. എങ്ങനെയെന്നറിയാം? വളരെ ദാരുണമായിട്ടാണ് പീഡിപ്പിച്ചത്. അവസാനം അവര് ചോദിക്കുന്ന, ഇനി ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇവരോട് ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടത്. 3 കാര്യം ആവശ്യപ്പെടാം. ഒന്നെന്താ അറിയോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അധികാരം വേണ്ട, ഭരണമൊന്നും വേണ്ട, എനിക്ക് മസ്ജിദ് നബവിയിൽ അവസാനമായി 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അല്ല, വളരെ മനസ്സ് തട്ടിയില്ല, നമുക്ക് കേൾക്കാൻ കഴിയാം. മസ്ജിദ് നബവിയിൽ 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ആലോചിക്കണേ, മസ്ജിദ് നബവിക്ക് റസൂലുള്ളാഹി മീറ്റിംഗ് വിളിച്ചപ്പോൾ ആരാ കൊടുത്തെന്നറിയാം? മസ്ജിദ് നബവി നിസ്കരിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അസൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാല് നിങ്ങൾ എന്നെ ബക്കയിൽ മറമാടുന്ന. ബക്കയിൽ അദ്ദേഹത്തെ മറമാടില്ല. ഇന്നത്തെ വക്കീൽ കേട്ടോ, അന്നത്തെ വക്കീലില്ല. ബക്കീൽ വിശാലായി. അന്നത്തെ വക്കീൽ അദ്ദേഹത്തിന്റെ കവറില്ല. ബക്കീൽ മറാടില്ല. ബക്കീൽ ആരാണ് സ്ഥലമായി കൊടുത്ത് ആലോചിക്കണം? അതിനത്തെ ഖബർസ്ഥാൻ. അവസാനം അദ്ദേഹം മരണത്തിന്റെ ദാഹജലം ചോദിക്കുന്നുണ്ട്. മരിക്കണ സമയത്ത് കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് അവർ കൊടുത്തില്ല. മുസ്ലിമീങ്ങൾക്ക് കുടിക്കാനും കുടിക്കാനും ബിഗിർ റൂമ വാങ്ങിക്കൊടുത്ത ഉസ്മാൻ ബിൻ അഫ്ഫാന് എന്ത് ചെയ്തില്ല? അവർ വെള്ളം കൊടുത്തില്ല. ഇബ്നു കസീറിന്റെ ബിദായ വ നിഹായ എന്ന ഇബ്നു കസീറിന്റെ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്, ബിദായ വ നിഹായ. ഒരുപാട് വാല്യങ്ങളുണ്ട്. ആ ബിദായ വ നിഹായയിൽ ഈ ഖുലഫാഉർ റാഷിദീന്റെ ചരിത്ര വ്യക്തത പറയുന്നു. അതിൽ എഴുതി വെച്ചെന്താ അറിയോ? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തെ സംബന്ധിച്ച് ഖത്തലൂഹു ഖത്ലൻ ശനിഅൻ, അവര് അങ്ങേയറ്റം ദാരുണമായി അദ്ദേഹത്തെ അവർ കൊന്നു എന്നാണ്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്തുണ്ട്? ഉസ്മാൻ ഫിൽ ജന്ന എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗമാണ് സന്തോഷ വാർത്ത അറിയിച്ച ആൾക്കാർ ആ ഹാങ്ങോവറിൽ ജീവിച്ചതല്ല, മറിച്ച് അവരുടെ ബേജാറാ. ഞാൻ പറഞ്ഞു. 4-ാമത്തെ വ്യക്തിയല്ല, അലി റളിയല്ലാഹു തആല ഫാത്തിമ ബീവി കൂടെ നോമ്പറക്ക അങ്ങനെ ഇരിക്കുക. അന്ന് ഒരു ഗ്ലാസ് വെള്ളവും
കാരയ്ക്ക്. അപ്പൊ നമ്മൾ വെള്ളം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിളിയായിരിക്കും വെള്ളത്തിന് വലിയ പ്രയാസം ഉണ്ടോന്ന്. അന്ന് വെള്ളത്തിന് വലിയ പ്രയാസം, കാരണം ഈ തോൽസഞ്ചിയിലെ വെള്ളം ഉണ്ടാകുക, തോൽസഞ്ചിയിലെ വെള്ളം ഉണ്ടാകുക. ആ തോൽസഞ്ചിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വളരെ അമൂല്യമാണ്. ഏതാനും കാരക്കയും വെള്ളമുള്ളത് നോമ്പറക്കാൻ വാങ്ങ് കൊടുക്കാൻ സമയമുണ്ട്. നോമ്പറക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോഴാണ് ആരോ മുട്ടുന്നത്, വാലിൽ മുട്ടുന്നത്. തുറന്നേക്കിയപ്പോൾ ഒരു മുസാഫിറാണ്, യാത്രക്കാരനാണ്. ഞാൻ പറഞ്ഞ അന്ന് നോമ്പുകാരനാണ്. ഈ വെള്ളം കാരയ്ക്ക് എടുത്തു കൊടുത്ത് ഫാത്തിമയെ കണ്ടിങ്ങനെ നോക്കി. ഫാത്തിമയെ കണ്ടിങ്ങനെ നോക്കി, കാരണം നോമ്പറക്കാൻ സമയം എടുത്തു കൊടുത്തു. ഈ സമയത്ത് അദ്ദേഹം മുന്നിൽ കൊടുത്തു, ഇന്നമാ നുതിഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഫാത്തിമയെ കൊതി കൊടുക്കുക, മുഖം ചൊളിയണ്ട, മുഖം ചൊളിയുന്ന അബൂസൻ ഖംതരീറാ, മുഖം ചൊളിയുന്ന വളരെ പ്രയാസകരമായ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ആ പ്രീതി ആഗ്രഹിച്ച് നമ്മൾ ഇന്നമാ നുതിഇമുക്കും ലിവജ്ഹില്ലാ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ഇവര് ഇത്ര ബേജാറായിട്ടാണ് അവര് ജീവിച്ചത്. ഇവരുടെയൊക്കെ ഹൃദയങ്ങളെ ലോലമാക്കിയത് ഏത് ഗ്രന്ഥമായിരുന്നു? പരിശുദ്ധ ഖുർആനാണ്. അതാണ് ആ ഖുർആന്റെ ആയത്താണ് ഉപഹൃതവരെ മാറ്റിയത്. കരഞ്ഞ് 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 കണ്ണീര് വിളിച്ച ബാക്കി കണ്ടിച്ചാലേ ഈ ബാക്കി നോക്കി. അപ്പൊ അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾക്ക് രോമാഞ്ചമുണ്ടാകും. പിന്നെ സുമ്മ പിന്നീട് ബാക്കി വായിക്കട്ടെ. സുമ്മ പിന്നീട് അർത്ഥങ്ങൾ പറഞ്ഞ പഠിച്ചതാണ്. തലീനോ തലീനോ ഉറക്കെ പറയും, പഠിച്ചതല്ലേ. ആ തലീനോ എന്താ തലീനോ പറയും? ലോലമാകും. തലീനോ ലോലമാകും. എന്ത് ലോലമാകും? ജുലൂദുഹും അവരുടെ തൊലികൾ, ഖുലൂബുഹും ഹൃദയങ്ങൾ. മനക്കട്ടി തൊലിക്കട്ടി രണ്ടും പറയും. ലോലമാകുന്ന കട്ടി കുറയും. തൊലിക്കട്ടി നമ്മള് ഉടുപ്പില്ല, ഹയാവില്ല, ലജ്ജില്ല, നാണഞ്ഞ മാനഞ്ഞ നാണഞ്ഞ തൊലി ഭയങ്കര തൊലിക്കട്ടി എന്ന് പറയും അല്ലേ. ഇവരുടെ ജീവിതത്തിൽ എല്ലാം കണ്ട് വന്നു. ഇവരങ്ങനെ ജീവിച്ച ആൾക്കാരായിരുന്നു. തൊലിക്കട്ടി ഭയങ്കരമായിട്ട് ഈ ഖുർആനാണ് കിട്ടിയപ്പോൾ എന്തായി? തൊലിക്കന്നെ മയപ്പെട്ടു. തൊലി മയപ്പെടണമെങ്കിൽ ആദ്യം എന്ത് മയപ്പെടണം? മനക്കട്ടി, ഹൃദയം എന്ത് ചെയ്യണം? ലോലമാക്കണം. തലീന ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രിൽ. എന്താ ദിക്റുൽ? ഏതാ? ഖുർആനാണ്. വലദിക്റുല്ലാഹി അക്ബർ. ദിക്റുൽ ഹകീം, ഖുർആനിൽ ഹകീം. ദിക്റുർ റഹ്മാൻ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. ദിക്റുൽ ഹകീം, ഖുർആനിൽ ഹകീം. ഇന്നാ അൻസൽനാ അല്ല, അത് വേറെ ആയിട്ട് പഠിച്ചില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്നാ അൻസൽനാ ഇലൈക ഇതേത് ആയത്ത് മറന്ന? ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ. ആ ദിക്റ ഏതാ? ആ ഇറക്കിയ ദിക്റ അല്ലാഹു ഇല്ല നിങ്ങൾക്ക് ദിക്റ ഇറക്കിയെന്ന് പറഞ്ഞേ. ആ ദിക്റ ഏതാ? ഖുർആനാണ്. ദിക്റുൽ ഹകീം, ദിക്റുല്ലാഹ്, ദിക്റുർ റഹ്മാൻ, ദിക്റുൽ മുബാറക്, ദിക്റുല്ലാഹി അക്ബർ. ഏതാ അഫ്ദൽ ദിക്ർ? ഏതാ അഫ്ദൽ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അക്ബർ ദിക്ർ ഖുർആൻ. അക്ബർ ദിക്ർ ഖുർആൻ. ദിക്റുല്ലാഹി അക്ബർ. അപ്പോ അതിന്റെ മേൽത്താക്കുന്നത് കാസിയത്ത് ഖുലൂബുഹും, കാസിയത്ത് ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ഖുർആനിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് എന്തുണ്ടാകുക? ഹൃദയം കടുക്കുക. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ദിക്റുല്ലാഹിൽ നിന്ന് ഹൃദയം കടുക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അകലുമ്പോൾ ഹൃദയം കടുക്കും. അപ്പൊ ഖുർആനിലേക്ക് എന്തായി? മിൻ ഫ്രം ഇലാ ടു. ആയത്ത് നോക്കി, ആയത്തിന്റെ ഘടന നോക്കി. ആയത്തിന്റെ ഘടന നോക്കണം. എന്താണ് ആയത്ത്? അതിന്റെ മേലത്തെ ആയത്ത് നോക്കി. ഫവൈലുൽ ലിൽ, അത് തൊട്ട് മേലത്തെ ആയത്ത്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം വഹുവ അലാ നൂരിൻ മിർ റബ്ബി. ആയത്തെ സാധനം നൂർ ഏതാണ്? നൂറുൻ മിർ റബ്ബി ഏതാണ്? ഖുർആൻ. ദിക്റുൽ ഏതാണ്? ഖുർആൻ. അതാ ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ദിക്റുല്ലാഹയാകുന്ന ഖുർആനിൽ നിന്ന് ഹൃദയം കടുത്തു പോയവർക്ക് നാശം.
മിൻ ദിക്രില്ല. ഇനി ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? ഖുലൂബും ജുലൂദും വഖുലൂബും ഇലാ ദിക്രില്ല. കണ്ടാ, മിൻ ദിക്രില്ല മറ്റേത് മിൻ ദിക്രി. അതായത് ദിക്റുള്ളയിൽ നിന്ന് അങ്ങോട്ട് പോയാൽ എന്തായി? ഹൃദയം കെടുക്കും. ഇലാ ദിക്രില്ല, ദിക്റുള്ള ഖുർആനിലേക്ക് വന്നാലോ എന്തുണ്ടാവും? തൊലികൾക്കും ഹൃദയങ്ങൾക്കും ഒക്കെ എന്തുണ്ടാവും? കട്ടി കുറയും. മറ്റേ കാസിയത്തായി. കാസിയത്ത് കട്ടി കൂടുതലാണ്, കാഠിന്യാണ്. തലി കസാദിന്റെ ഓപ്പോസിറ്റ് വേർഡാണെന്ത്? ലാനയലീനോ. ഇത് ലോലമായി കട്ടി കുറഞ്ഞു. അതാണ് ദാലിക ഹുദല്ലാഹ്. ആ ഖുർആനാണ് ഹുദ. ആ ദിക്റുള്ളാണ് എന്ത്? ഹുദല്ലാഹ് യഹ്ദി ബിഹി മൻ യശാ. അല്ലാഹ് എല്ലാവർക്കും കിട്ടോ? ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും കിട്ടോ? ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടോ? ഇല്ല. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടും. അല്ലേ? ആ തൗഫീഖ് ഭയങ്കരമാണ്. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടിയതാണ്. നമുക്ക് ആ തൗഫീഖ് പഠിച്ചാൽ കിട്ടിയത് അല്ലാഹ് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടിയതാണ്. എല്ലാവർക്കും കിട്ടൂല. യഹ്ദി ബിഹി മൻ യശാ. പിന്നെ വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. വഴികളിലായവന് പിന്നെ വേറെ ഈ ഖുർആൻ അല്ലാത്ത വേറൊരു മാർഗ്ഗം വഴി കാണിക്കുന്നവനുണ്ട്. ഹാദി വേറെ മൂല്യാണ്. അത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം വിശദീകരിച്ചു അല്ലേ? ബോർഡിൽ ഞാൻ എഴുതി തന്നു. ഇതിലില്ലാതെ അള്ളാഹ് പറഞ്ഞ ഓരോ സ്ഥലങ്ങളും നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ശരി, ഇനി അടുത്ത ആയത്ത് നോക്കാം. അപ്പോ ഈ ആയത്തിന്റെ ചുരുക്കം എന്താ? അള്ളാഹു തന്ന, ശ്രദ്ധിക്കാം, അള്ളാഹു തന്ന നൂറാണ് ഖുർആൻ. ആ നൂറിന്റെ പിന്നാലെ ജീവിച്ച് തീർക്കുക. ആ ഖുർആനുമായി ജീവിതത്തെ ബന്ധപ്പെടുത്തി അങ്ങനെ ആയുസ് അവസാനിപ്പിക്കുക. മനസ്സിലായില്ലേ? മരിച്ചിന് ശേഷം പിന്നെ ഖുർആൻ ഓതി തന്നിട്ട് കാര്യമില്ല. മരിച്ചിന് ശേഷം ബാക്കിയുള്ളവർ നമ്മുടെ തലക്കുപുറത്തിരുന്ന് ഖുർആൻ ഓതിയിട്ടൊരു കാര്യമില്ല. മനസ്സിലാ പറഞ്ഞേ? മരിക്കണതിന് മുമ്പ് എന്ത് ചെയ്യണം? ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനുമായിട്ടുള്ള ബന്ധത്തിലൂടെ ജീവിച്ചു മരിക്കാൻ കഴിയണം. ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ? അല്ലേ? ദിക്റിന്റെ നനവ് പറ്റാത്ത നാവുമായി മരണപ്പെട്ടു പോവുക വലിയ തൗഫീഖാണ്. അതാണ് വേണ്ടത്. ഇനി ആ ഒരു ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ അതിന്റെ മറുവശം എന്താണ്? നോക്കിക്കോളി. أفمن يتقي بوجهه سوء العذاب يوم القيامة. وده أفمن يتقي بوجهه سوء العذاب يوم القيامة. أفمن يتقي بوجهه سوء العذاب يوم القيامة. أفمن يتقي بوجهه سوء കാണാൻ പഠിക്കാനോ മതി പോലെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അഫമൻ കണ്ടാ, ഇവിടെ ഈ നൂന് വ്യക്താക്കണ്ട. നൂനിനെ യാഹിലേക്ക് ഇദ്ഗാം ചെയ്യാം. നൂനിനെ യാഹിലേക്ക് ഇദ്ഗാം ചെയ്യാം. ചേർക്കേണ്ട കൊണ്ടത് കൊടുക്കുക. അഫമൻ യത്തഖി. ഇങ്ങനെ അഫമൻ എന്ന് പറയരുത്. നൂനാണ് വ്യക്താക്കണ്ട. അഫമൻ എന്ന നൂന് പറയരുത്. നൂനിനെ യാഹിൽ ലയിപ്പിക്കാം. അതാണ് ഇദ്ഗാം എന്ന് പറഞ്ഞത്. നൂനിനെ യാഹിലേക്ക് ലയിപ്പിക്കുക, ചേർക്കുക. എന്നിട്ട് ആ സ്ഥാനത്ത് ഉന്നത്ത് കൊടുക്കുക, പഠിക്കുക. ഇദ്ഗാമും ബിഗുന്ന എന്ന നിയമം. അഫമൻ യത്തഖി. ഇങ്ങനെ അഫമൻ യത്തഖി എന്ന് ഓതരുത്. തെറ്റാണ്. ജിബിരിൽ ഓതിന്റെ എതിരാണത്. ജിബിരി അലൈഹിസ്സലാം എങ്ങനെ ഓതി കൊടുത്തത് അതേമാതിരി ഓതണം. അതാണ് തജ്വീദ്. ഖുർആന്റെ പാരായണ നിയമം നിർബന്ധം പഠിക്കുക. ഓതട്ടെ. അഫമൻ യത്തഖി ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ. സൂഅ് എന്ന മദ്ദ, മദ്ദിന്റെ അവിടെ സൂഅ്. ഒന്നും കൂടി. അഫമൻ
يتقي بوجهه سوء العذاب يوم القيامة أفمن يتقي بوجهه سوء العذاب يوم القيامة أفمن يتقي بوجهه سوء العذاب يوم القيامة سوء العذاب പറഞ്ഞാൽ പോരാ ആ സൂ നിങ്ങളുടെ മധ്യത്തിൽ അവിടെ അങ്ങനെ തന്നെ ഓതണം بوجهه سوء العذاب يوم القيامة أفمن يتقي 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 بوجهه سوء العذاب يوم القيامة ചെറിയൊരു ആയത്തിന്റെ പകുതിയേ ഉള്ളൂ ഇത് മതി ഇന്നതേ പഠിക്കണുള്ളൂ പിന്നെ നമ്മൾ വിശദീകരിച്ചിരുന്നു അർത്ഥം പറഞ്ഞോളൂ അല്ലെ ആശയത്തിലേക്ക് കടന്നോ ഇല്ല ഇത് ഇത്ര പഠിച്ചതാണ് ക്ലാസ്സിൽ അർത്ഥിക്കോ ഇതില്ല നോക്കേ وقيل للظالمين ذوقوا ما كنتم تكسبون وقيل للظالمين ذوقوا ما كنتم تكسبون وقيل للظالمين ذوقوا ما كنتم تكسبون وقيل للظالمين ذوقوا ما وقيل للظالمين ذوقوا ما كنتم تكسبون ഇവിടെ നോക്കിയ സാക്കിന ന്യൂനശം വന്ന വാക്ക് ഏതാണ് ഏതാണ് അക്ഷരം ഏതാണ് അപ്പൊ ഏതാണ് എങ്ങനെയാണ് ഇഖ്ഫാന്റെ അക്ഷരാണ് ഇഖ്ഫാണ് അപ്പൊ അവിടെ പറയാൻ പറ്റൂല സൈലന്റ് ആണ് ആ സാക്കിന ന്യൂന അവിടെ പറയാൻ പറ്റൂല അവിടെ ആ നൂനിന്റെ സ്ഥാനത്ത് മുന്നത്ത് കൊടുക്കുക ഇഖ്ഫാഉം ബിഗുന്നയാണ് അപ്പൊ കുൻതുന്ന് പറയാൻ പറ്റൂല പിന്നെ എങ്ങനെ ഓതാ അയ്വ അങ്ങനെ ഒന്നുകൂടെ വഖീല ലിൽസാലിമീന ذوقوا ما كنتم تكسبون ذوقوا ما كنتم تكسبون അങ്ങനെ ഓതാൻ പറ്റില്ല നൂനിനെ പണിക്കല്ല നൂൻ ഇഖ്ഫാണ് നൂൻ ഇഖ്ഫാണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യക്തമായ അർത്ഥം എന്താണ് അവ്യക്തമാക്കലാണ് സൈലന്റ് പറ്റൂല ഉച്ചരിക്കാൻ പറ്റൂല ആ സ്ഥാനത്ത് മുന്നത്ത് കൊടുക്കുക നൂനിന്റെ സ്ഥാനം എവിടെയാണ് മഖ്റജ് എവിടെ നൂന് എവിടുന്ന വരണ്ടേ എല്ലാം തുടങ്ങി തന്നെയാണ് എവിടെ തന്നെ അത് പറഞ്ഞപ്പോൾ എവിടെ തന്നെ മേലെ അത് തട്ടാൻ പറ്റൂല അവിടെ തട്ടരുത് ഇവിടെ ഓതുമ്പോ അപ്പൊ ഇഖ്ഫാ മനസ്സിലായി അപ്പൊ നാവ് ഇങ്ങനെ ഈ നൂന്റെ സ്ഥാനത്തിൽ നാവ് ഇങ്ങനെ നടുവിൽ പിടിച്ചെടുത്തു നടുവിൽ പിടിക്കുക മേലക്ക് പോയാൽ താഴത്തേക്ക് പോയത് അപ്പൊ ഉച്ചാരണം ശരിയോ മേലക്ക് പോയാൽ ഉച്ചാരണം തെറ്റി മനസ്സിലായില്ലേ അപ്പൊ എങ്ങനെ ഓതുക
തട്ടിയാ മതി. കൂ കഴിഞ്ഞാൽ പിന്നെ നൂനിന്റെ എവിടെ തട്ടാ നാവ് ഇങ്ങനെ നടുവിലാണ് പിടിക്കുക. അപ്പൊ റെഡി. അപ്പൊ അങ്ങനെ കിടങ്ങാറാണെങ്കിൽ അങ്ങനെ ഇടങ്ങാറായി പഠിച്ചേ പറ്റുള്ളൂ. അതാണ് ശരിയായ ഉച്ചാരണം. അള്ളാന്റെ കലാമല്ലേ, നമുക്ക് തോന്നണമായി ഓതാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഒന്ന് കൊടുത്തിറക്കാൻ. ഒന്നും കൂടി. ഞാൻ ഖുറാനിലെ ഉള്ളിൽ വിരൽ വെച്ച് കാണുന്ന പൊടിക്കാൻ അടയാളം വെച്ച് കാണുന്ന കൂട്ടാ ഖുറാൻ. ഒടുമ്പൊക്കെ നോക്കുക ചെയ്യരുത്. ഞാൻ ഓതിക്കാണ്. ഒന്നും കൂടി. ഖുർആനിലെ സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തുകള് ഒരാൾ കാണാതെ പഠിച്ച് അള്ളാഹുവോട് ആ സ്വർഗം ചോദിച്ചാൽ ആ സ്വർഗം ഉറപ്പാണ്. നരകത്തെ കുറിച്ച് പറയുന്ന ശിക്ഷയുടെ കാഠിന്യത്തെ കുറിച്ച് പറയുന്ന ആയത്ത് കാണാതെ പഠിച്ച് ഹൃദയത്തിൽ അത് ഉണ്ടായിട്ട് അള്ളാഹിനോട് ചോദിക്കുക. അപ്പൊ ഈ ഖുറാഫികൾ സാധാരണ ഈ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ഫാത്തിഹ ഓതി ദ്വാരക്ക ശ്രദ്ധിച്ചാൽ ഫാത്തിഹ ഓതി ദ്വാരക്ക ഫാത്തിഹ ഓതി പലർക്കും ഖുർആൻ എന്നിട്ട് ഖുർആൻ ഓതി ദ്വാരന്നാൽ അതിന് പ്രത്യേകമായ സ്വീകാര്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹദീസ് അവർ പറയും. പക്ഷെ ആ ഹദീസ് ശരിയാണ്, പക്ഷെ അവർ ഉദ്ദേശം തെറ്റാണ്. മനസ്സിലായി പറഞ്ഞേ? അതായത് ഖുർആൻ ഓതിയിട്ട് ഖുർആൻ ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അതല്ലാതെ ചോദിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ജവാബ് ഉണ്ടാവും. മനസ്സിലായി പറഞ്ഞേ? അതല്ലാതെ ഇന്നലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിന് ചില ബന്ധുക്കളുണ്ട്. അപ്പൊ ഒരു ചോദിച്ചു, സഹാബിയോട് ചോദിച്ചു ആരാണ്? അപ്പൊ പറഞ്ഞു ഖുർആൻ പഠിക്കുന്ന അഹ്ലുൽ ഖുർആൻ വഹാസത്തോ, ഖുർആനിനെ നന്നായി ചിന്തിച്ച് പഠിക്കുകയും അതിന് ഖാസായിട്ട് പ്രത്യേകത കൊടുത്ത് അതിനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അതിനു വേണ്ടി സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അവര് അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ് പറഞ്ഞു. അപ്പം അള്ളാഹുവിന്റെയും പെട്ടെന്ന് ഉത്തരം കൊടുക്കും. മനസ്സിലായിട്ട് പറഞ്ഞേ? അപ്പൊ നമ്മളിങ്ങനെ പഠിച്ചവനോട് വെറുതെ ഇങ്ങനെ പഠിച്ചവനെ സ്വർഗം കൊണ്ട് പഠിച്ചവനെ സ്വർഗം കൊണ്ട് പഠിച്ചവനെ എന്ന് പറയാതെ അതിന് പകരം എന്ത് ചെയ്യുക,
സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ ആയത്തുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ഈ ആയത്ത് പറഞ്ഞ ഈ ആയത്തോട് ഈ ആയത്തോതിൽ പഠിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട് പഠിച്ചു. ഉലൈക ഹുമുൽ വാരിസൂന അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഫിർദൗസ് എന്ന് ഖുർആനിൽ 2 തവണ വന്നിട്ടുണ്ട്. ഫിർദൗസ് എന്ന് ഖുർആനിൽ 2 തവണ വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്ത് അൽ-കഹ്ഫിലും, ഒന്ന് 18-ലും, ഒന്ന് 23-ലും. സൂറത്ത് മുഅ്മിനൂന്റെ ആദ്യ ഭാഗത്ത് 23-ല് 10, 11 അൽ-കഹ്ഫിൽ അവസാനത്തെ. അപ്പൊ ആ ആയത്ത് ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവരാണ് ഫിർദൗസ് അനന്തരമായി നേടിയവരെന്നാ പറഞ്ഞത്. ആ കുറച്ച് ആൾക്കാർ സ്വഭാവങ്ങൾ പറയുന്നത് അത് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പൊ ആ ഫിർദൗസ് ചോദിച്ചിട്ട് ഫിർദൗസ് ചോദിക്കാനുള്ള പ്രാർത്ഥന എന്താ? ഫിർദൗസിനെ പറ്റിയുള്ള ആയത്ത് 2 ആ 2 ആയത്ത് ഓതാ. ആ 2 ആയത്ത് ഓതിയിട്ട് ഫിർദൗസിനെ ചോദിക്കാനുള്ളതും ഉണ്ട് ഖുർആനിൽ. അൽ-കഹ്ഫിൽ അവസാനത്തെ മേലുള്ള ആയത്ത്, മാഖബലൽ ആഹ അവസാനത്തെ മുമ്പുള്ള ആയത്ത്. അത് നമ്മൾ നോക്കിക്കളി. അൽ-കഹ്ഫ് പഴയ ചോദനല്ലേ, അവസാനത്തിന് മുമ്പുണ്ട്, അവസാനത്തിന് മുമ്പുള്ള ആയത്ത്. അതന്നെ ഫിർദൗസിന്റെ പറഞ്ഞത്. ഫിർദൗസിലുള്ള ആയത്തിന്റെ അൽ-കഹ്ഫിന്റെ അവസാനം മാഖബലൽ ആഹ അവസാനത്തെ മുമ്പുള്ള ആയത്ത്. മറ്റേത് 10, 11 23-ല് 10, 11. അത് ഇവിടെ ശ്രദ്ധിക്കും. ഇങ്ങനെയുള്ള പറയാനാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത് 2 ഓതിയിട്ട് ഇനി വേറൊരായത്തുണ്ട്. ഏതായത്ത്? ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസിന്റെ വേറൊരു പേരെന്താ? ഫിർദൗസിന്റെ വേറൊരു പേരെന്താ? ഖുർആനിൽ പറഞ്ഞു. ജന്നാത്തുൽ നഈം. ഈ ആയത്ത് ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ. ശ്രദ്ധിക്കണം, യരിസൂനൽ ഫിർദൗസ വറസ ഇരുന്ന് അനന്തരം കൊടുക്കണം. സ്വർഗം അനന്തരമായി. നമ്മളെ വാപ്പ മരിച്ചപ്പോൾ നമുക്ക് അനന്തരം കിട്ടി. നമ്മൾ മരിച്ചാൽ നമുക്ക് ശേഷം നമ്മളത് എന്തെങ്കിലും മക്കൾക്ക് അനന്തരം കിട്ടും. നമുക്ക് എന്താ അനന്തരം കിട്ടുക? മനസ്സിലായില്ല. നമ്മൾ ശരിക്കും അവിടെ ജീവിക്കേണ്ട ആൾക്കാരെ, സ്വർഗത്തിൽ അടിച്ചോടി ജീവിക്കേണ്ട ആൾക്കാരെ. ബാത്റൂമും കൂടി പോണ്ട, തുപ്പലില്ല, മൂത്രമില്ല, കാഷ്ടമില്ല, വിറപ്പില്ല, ക്ഷീണമില്ല. നല്ലോണം തിന്നാൻ കപ്പാസിറ്റി ഉണ്ടാവും. എന്തും തിന്നാം. ലഹ്മ തയ്ർ, പക്ഷിന്റെ മാംസം ഉണ്ടാവും. ഫാത്തിഹത്ത് പഴവർഗ്ഗങ്ങളുണ്ട്. വലവുമായി എന്തോഞ്ഞ് അതിന്റെ പുറം എന്തൊക്കെ വേണത് മുഴുവനുണ്ട്. അതെ, 4 തരം നഹറുണ്ട്. എന്തൊക്കെയാണ്? 4 തരം നഹറുണ്ട് ഒഴുകണ. ഏതൊക്കെയാണ്? ഖുർആനാണ്, ഞാൻ പഠിപ്പിച്ചെന്നാണ്. നെഹ്റ് ലബന്, നെഹ്റ് അസല്, നെഹ്റ് മാഹു മുസഫ, പിന്നെ മൂടിയുണ്ട്. ഖുർആനിലെ ആയത്താണ് 4 നെഹ്റ്. ഇങ്ങനെ പുതിയ തേങ്ങടവരെ അന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ആ നെഹ്റ് ഏതൊക്കെയാണ്? 4 പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാഹു മുസഫ, തെളിഞ്ഞ വെള്ളം, പച്ച വെള്ളം. 2 മാഹുൽ ലബന്, പിന്നെ പാലമാ ലബന്. പിന്നെ അസൽ, തേന്. ഒന്നുകൂടി ഉണ്ട്. അത് അതിന്റെ പിന്നെ വിശേഷണം പറഞ്ഞു. ഖംർ, ലബൻ. ലബന്റെ പുറമെ പിന്നെ ഖംറിന്റെ 4 നദികളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ വളരെ സുഖം, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട നമ്മളെ ഇങ്ങോട്ട് മറ്റാൾ പുറത്താക്കിയതാണ്, ഇങ്ങോട്ട് പോന്നതാണ് നമ്മള്. അപ്പൊ ഈ ഭൂമിയിലെ അനന്തരം നമ്മൾ ഇരിക്കണേ അല്ലെ. ഭൂമിയിലെ മുസ്തഖറുണ്ട്, മത്തായുണ്ട്, ഇതുവരെ ഇലാഹിൽ വരെ.
എന്താ ഇലാഹി? നിശ്ചിത സമയം വരെ, നിശ്ചിത സമയം വരെയുള്ള നമുക്കുള്ളത്. ഇതിന്റെ മീറാത്ത് ആരാ? മീറാത്ത് സമാവാത്തി വല്ലാര അല്ലാഹുവാണ്. നമുക്ക് ശരിക്കും കിട്ടുന്ന അനന്തരം ഏതാ? നമ്മളെല്ലാരും വാപ്പി ഒന്നാണ്. നമ്മളെ വാപ്പാന്റെ ഒറിജിനൽ സ്വത്ത് ഏതാ? സ്വർഗാണ്. അവിടെയാണ് നമുക്ക് കിട്ടേണ്ടത്. ആ വാപ്പാക്ക് എത്ര മക്കളുണ്ട്, ആ മക്കൾക്ക് മുഴുവനുള്ള അനന്തരം അവിടെ ഉണ്ട്. ഇവിടെ വാപ്പാന്റെ സ്വത്ത് സ്വർഗത്തിലുണ്ട്. അതെല്ലാവർക്കും കിട്ടൂല. അത് ആർക്കൊക്കെ കിട്ടും, ആർക്കൊക്കെ ആരെ പേരിലൊക്കെ കൊടുക്കണം എന്നുള്ളതിന്റെ പരീക്ഷണമാണ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ പരീക്ഷ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടൂല, ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളതിന്റെ പരീക്ഷണം. ഇത് സത്യമാണോ? സൂര്യൻ ഉദിച്ച് അസ്തമിക്കാൻ പോവാണ്, സത്യമാണോ? ആണ് അല്ലേ? സത്യമാണ്. ഇതിന്റെ അധികാരം ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും നിരീശ്വരവാദിക്ക് നിർമ്മതവാദിക്ക് ഉണ്ടോ ഈ സൂര്യന്റെ അധികാരം? എത്ര ലക്ഷങ്ങൾ ഇരട്ടി വലിപ്പുണ്ട് ഭൂമിനേക്കാൾ അറിയാം. കത്തിക്കൊണ്ടിരിക്കണ സൂര്യൻ, സുഹൃത്ത് ഷംസ്, എത്ര സ്ഥലത്താണ് സത്യം? ഇത് സത്യമാണോ? എങ്കിൽ സ്വർഗം നരകമൊക്കെ സത്യമാണ്, സംശയം വേണ്ട. ഇതൊക്കെ ഉണ്ടാവോ? വെറുതെ പറയണം, ബോധിപ്പിക്കണം ആരും വിചാരിക്കണ്ട. നമ്മുടെ ശരീരത്തിലെ ചൂട്, ഈ ചൂട് അറിയാൽ നമ്മളെ പണി തീർന്നു അല്ലേ? ഈ ശരീരത്തിലെ ചൂട് അറിയാൽ, ചൂട് മരിച്ചെന്നായ ശരീരം തണുത്തു, ചൂടാറി അല്ലെ? ഈ ചൂടിന്റെ പേര്, ഈ ചൂട് സത്യമാണോ? എങ്കിൽ നരകം സ്വർഗം സത്യമാണ്. ശരി, യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ടെന്നാണ്. അപ്പൊ പടച്ചോൻ അനന്തരം അവിടെയാണ്. എവിടെ? എവിടെ? ആ അനന്തര സ്വത്ത് ആണ് സ്വർഗം. അത് ഏറ്റവും ഉന്നതമായി കിട്ടണം നമുക്ക്. പാപ്പാനെ പറമ്പ് ഒരുക്കുമ്പോ എവിടെ കിട്ടണം? അങ്ങാടി തന്നെ കിട്ടണ്ടേ? നല്ല വില കൊടുത്തിട്ടുണ്ടേ അല്ലേ? പാപ്പാനെ സ്വത്ത് ഒരുക്കുമ്പോ മക്കള് തമ്മിൽ അടിണ്ടായാൽ എങ്ങനെയാണ്? പാപ്പ മരിക്കുമ്പോ എന്നെ അങ്ങാട് നോക്കിയിട്ട് ഇങ്ങനെ കണ്ട നോക്കിയത്. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിൽ നടക്കുന്ന അരിയാണ്. ആങ്ങളെയും മകളും നമ്മൾ തെറ്റിയത് എന്തിനാണ് ചോദിക്കുന്നത്? വാപ്പാന്റെ മരണം ഇവിടെ സങ്കടം ഉണ്ടാക്കിയത്. വാപ്പ മരിച്ചു, വാപ്പ ഉണ്ടാക്കിയ മക്കള്, വാപ്പാന്റെ മക്കള് അടിച്ചു പിരിഞ്ഞു. എന്തിന്? വാപ്പാന്റെ സ്വത്തിന് വേണ്ടിയിട്ട്. എത്ര കുടുംബങ്ങള് നിങ്ങളൊന്നും ഇല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ അതൊന്നും നിയമത്താണ്. ശുക്ർ പറഞ്ഞോളി. എന്തിനാണ് വാപ്പ ഇങ്ങനെ മരിക്കാൻ സമയത്ത് അള്ള പറഞ്ഞത്? തദൂറുഅയ്യനഹും, കണ്ണിങ്ങനെ തിരിയും, കണ്ണ് മറഞ്ഞു പോകും. സക്രാത്താണത്. അത് ഈ മോളെ നോക്കുന്നല്ല, ഇളയ മോളെ നോക്കിയൊന്നല്ല, മൂത്ത മോളെ നോക്കിയൊന്നല്ല. ആ സമയത്ത് ഈ വാപ്പ ആരും കാണൂല, മക്കളാരും കാണൂല. ഇവിടെ പ്രശ്നം എന്താ ഉണ്ടായാലും, അടി എങ്ങനെ ഉണ്ടായാലും, തക്ക ഉണ്ടായാലും, വാപ്പ മരിക്കണ സമയത്ത് പറഞ്ഞത് എനിക്ക് ആ വടക്കേ പറമ്പാണ് എന്റേന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം എന്താ? വാപ്പ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ വാപ്പ വടക്കോട്ട നോക്കിയതാണ്. അവക്ക് മിണ്ടാൻ കഴിയുന്നതാണ്. വാപ്പ വള നോക്കിയത് വടക്കോട്ട് നോക്കിയൊന്നല്ല, വാപ്പ സക്കറാതിലാ. മനസ്സിലായി പറഞ്ഞേ? എന്നിട്ട് ആ കുടുംബത്തിലാക്കി കിടക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും ഒരു ഭൂമി വീതിക്കുമ്പോ 20 സെന്റ് സ്ഥലമുണ്ട്, 5 സെന്റ് നമുക്കുള്ളത്, 5 സെന്റ് റോഡ് സൈഡ് കിട്ടാൻ നമ്മൾ നോക്കുക അല്ലെ? കാരണം അവിടെ കിട്ടിയ കാര്യമുള്ളൂ. അണ്ട് തേങ്ങ അധികം കിട്ടുന്നത് പറമ്പ് നോക്കും അല്ലെ? സ്വർഗ അനന്തരായി കിട്ടണം. അപ്പൊ ഏത് കിട്ടണം? ജന്നാത്തുൽ ഫിർദൗസ് കിട്ടണം. കാരണം അതിന്റെ മേലെ അള്ളാന്റെ അർശ്, ഇതിന്റെ മേലെ ഫിർദൗസിന്റെ മേലെ. സ്വർഗത്തിന്റെ മദ്യം അവിടെയാണ്. മനസ്സിലായില്ലേ? അകലെ തന്നെയാണത്. ഏറ്റവും ഉന്നതമായ സ്വർഗമാണ്. സ്വർഗത്തിലെ നദികളുണ്ടല്ലോ, അത് ഉത്ഭവിക്കണ എവിടുന്ന? ഫിർദൗസ് എന്നാണ്. അതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിച്ചോളി? നിങ്ങളെ വാപ്പാൻ അനന്തര സ്വത്ത് ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ അള്ളാഹ് പറയാണ്, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിച്ചോളി? ജന്നാത്തുൽ ഫിർദൗസ് ചോദിച്ചോളി. അത് ഖുർആനുണ്ട്. അറിയോ? ചോദിക്കാൻ അറിയോ? അതറിയോ? അവിടെയാണ് പ്രശ്നം. ചോദിച്ചോളി എന്ന് മാത്രല്ല പറഞ്ഞത്. റസൂല് പറഞ്ഞു നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിച്ചോളിന്ന്, ആ അനന്തരം ചോദിച്ചോളിന്ന്. അതെങ്ങനെ ചോദിക്കേണ്ടതെന്നുള്ളത് ഖുർആനിൽ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കറിയില്ല. ആ പ്രാർത്ഥന ആരാ പഠിപ്പിച്ചതെന്ന് അറിയോ? ഖുർആനിൽ പഠിപ്പിച്ചതെന്നാ. അപ്പൊ തന്നെ കാണിച്ചു തരാം. ഷുറാ മറിച്ചോളി. സുഹൃത്ത് ഷുറാ മറിക്കി 20
26 അല്ലേ? 26. ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത് ആ ഭാഗം പഠിച്ചോളൂ. നമ്പറൊന്നും ഓർമ്മയില്ല, ഞാൻ ഓർമ്മയെന്ന് പറയുന്നത്. നമ്പർ പറഞ്ഞില്ല. പിന്നെ 85-ാമത്തെ 26-85. വായിച്ചോളി. വജ്അൽനി, എന്നെ നീ ആക്കേണമേ, മിൻ വറസതി ജന്നത്തിൻ നഈം, ജന്നാത്തുൽ ഫിർദൗസിന്റെ അനന്തരാവകാശികളിൽ പെട്ടവൻ. വറസത്തിന്റെ വറസത്ത് മീറാത്ത്, വാരിസ്, അനന്തരാവകാശി വാരിസ്. അല്ലതിനെ യരിസൂനൽ ഫിർദൗസ് എന്നറിയില്ല, വാരിസ്. ഉലൈക ഹുമുൽ വാരിസൂൻ, ഉലൈക ഹുമുൽ വാരിസൂൻ. ആ വാരിസിന്റെ ബഹുവചനാണെന്ത്? വറസത്ത്. എഴുതാനായിട്ടില്ല, നോക്കാനായിട്ടുള്ളൂ. കാരണം അവിടെ തുടങ്ങാൻ പറ്റൂല. പ്രാർത്ഥന അവിടെ നല്ല തുടങ്ങണ്ടേ. പ്രാർത്ഥന എവിടെ തുടങ്ങണം എന്നറിയോ? പ്രാർത്ഥന പറയുമ്പോ എന്തുവാണ്? ആദ്യം അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബി എന്ന് പറയണ്ടേ. അത് എവിടുന്ന തുടങ്ങുന്നത്? 83. വെറുതെ കിട്ടൂല. അത് ചോദിക്കുമ്പോ വേറെ കാര്യങ്ങൾ ചോദിക്കണം. കേട്ടോളൂ, ഇതും കൂടി ചേർത്ത് പറയണം. റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താ അർത്ഥം? റബ്ബി, എന്റെ റബ്ബേ, ഹബിലി ഹുക്മൻ, എനിക്ക് ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചോണ്ട പഠിച്ചോനെ. ശരിക്കും കേട്ടോളൂ. റബ്ബി ഹബിലി ഹുക്മൻ, എനിക്ക് ദൈവികമായ അറിവ്. ഇബ്രാഹിം നബി പറയുമ്പോ എന്താണത്? ഇബ്രാഹിം നബിക്ക് കിട്ടിയിട്ടുള്ള റിസാലത്ത് വഹി. നമ്മൾ പറയുമ്പോ എന്താണത്? ഖുർആനും സുന്നത്തും. ആണ് ഹുക്കം എന്ന് പറഞ്ഞാല്. ആ ഹുക്കം എനിക്ക് പഠിപ്പിച്ചു കൊണ്ട് പഠിച്ചവനെ. വൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ഇങ്ങനെ ചേർക്ക് പഠിച്ചവനെ. എപ്പോഴാ സാലിഹീങ്ങളിൽ ചേർക്കൽ? മരിക്കണമെന്ന്. ഇബാദിക സാലിഹീൻ, യാ അയ്യുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ വദഖുലി ഫീ ഇബാദി വദഖുലി. ആ ഇബാദത്താണ് ഇബാദിക സാലിഹീൻ. നമ്മൾ പഠിച്ച അതിന് മുമ്പത്തെ വേറെ ആരും നമ്മൾ ആദ്യം പഠിച്ചാണ് ഇബാദിക സാലിഹീൻ. അപ്പൊ കണ്ടാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. ബാക്കി വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ എനിക്ക് നീ സൽകീർത്തി പ്രദാനം ചെയ്യണമേ. ബാപ്പാനെ പറ്റി മക്കള്, പഠിച്ചോനെ, ഞാനാകുന്ന ബാപ്പയാകുന്ന എന്നെ പറ്റി എന്റെ മക്കള് നല്ലത് പറയണം പഠിച്ചോനെ. അത് ഭയങ്കര തൗഫീഖാണ്, എല്ലാവർക്കും കിട്ടൂല. നമ്മളെ വാപ്പ ജീവിച്ച മാർഗം, നമ്മളെ വാപ്പ വെട്ടിത്തെളിച്ചെന്ന വഴി, നമ്മളെ വാപ്പ ജീവിച്ച പോലെ വാപ്പാന്റെ ഈമാൻ, വാപ്പാന്റെ തഖ്വ. നമ്മളെ പറ്റി മക്കൾ എന്ത് പറയണം? നല്ലത് പറയണം. അതിന് കുറച്ച് പണി ഉണ്ടാവും, നമുക്ക് കുറച്ച് പണി എടുക്കാണ്ടാവും, അല്ലാതെ പറയില്ല. നമ്മളെ മക്കളെ ജീവിതത്തിൽ ആ സന്തോഷം, ആ ഹൈറ് അനുഭവിച്ചിട്ട് പറയും, പഠിച്ചോനെ, ഞാന് എന്റെ വാപ്പ മരിച്ചുപോയി, അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യും. എന്റെ വാപ്പാനെ പറ്റി എനിക്ക് എപ്പോഴും ഓർക്കാനുള്ള എന്താ അറിയാം? ഞങ്ങൾ സ്വകാര്യം പറഞ്ഞില്ല, മൈക്ക് പറഞ്ഞു നിങ്ങൾക്ക് സ്വകാര്യം പറഞ്ഞു. അത് പറഞ്ഞത് നമുക്ക് അനന്തരമായി കിട്ടേണ്ട സ്വർഗം നമ്മൾ ചോദിക്കാതെ തരൂല എന്നാ പറഞ്ഞത്. ചോദിക്കാതെ ആര് തരൂല? പഠിച്ചത് തരൂല. ചോദിച്ചേ പറ്റുള്ളൂ. കാരണം ചോദിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, തരൂല എന്ന് ആര് പറഞ്ഞതാ? അള്ളാഹു പറഞ്ഞതാ. വജ്അൽനി മിൻ വറസതി ജന്നത്തിനെ. അപ്പൊ നമ്മളത് അവിടേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ വെട്ടിത്തെളിച്ച് കിട്ടി വരണം. അപ്പൊ എന്റെ വാപ്പ മരിച്ചു, വാപ്പാക്ക് ഒന്നുമില്ല, സ്വത്ത് മുതലൊന്നുമില്ല. എന്റെ വാപ്പാൻ അനന്തരം കിട്ടാനൊന്നുമില്ല, ആകെ 10 സെന്റ് ഭൂമിയുള്ളൂ, അല്ലെങ്കിൽ മക്കളുണ്ട്.
7 മക്കളുണ്ട്, 10 സെന്റ് ഭൂമിയുണ്ട്. അവൻ മരിച്ചുപോയി. പക്ഷെ ആ വാപ്പാന്റെ അനന്തരം എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഒന്നും വേണ്ട. പക്ഷെ ആ വാപ്പയെ സംബന്ധിച്ച് എൻ്റെ മനസ്സ് നിറയെ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പ ആ മാങ്കളാരി കുന്ന് എന്ന് പറഞ്ഞ വലിയൊരു കയറ്റാണ്. മദീനത്തുൽ അറബി കോളേജ് കണ്ടിയിലേക്ക് പോയി നോക്കണം. കുടിക്കലിന്റെ സിയാങ്കടത്തിനിടയിൽ പെരിയമ്പലം എന്ന് പറഞ്ഞ അങ്ങാടി കുത്തനൊരു കയറ്റാണ്. ശ്വാസം മുട്ടൽ അസുഖമുള്ള ആളാൻ്റെ വാപ്പ. ശ്വാസം മുട്ടൽ അസുഖമുള്ളതാണ്. എപ്പോഴും ആ കയറ്റം കൊണ്ട് ഓരോ വീതി കൂടി നോക്കും. കയറ്റം കൊണ്ടൊന്നുമില്ല. ആ കയറ്റം കയറി ഇങ്ങനെ കുറച്ചാട് കയറി പിന്നെ നിൽക്കും വാപ്പ. അന്നമതി പിന്നെയും കയറും, പിന്നെയും നിൽക്കും വാപ്പ. അങ്ങനെ ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തു. ഇന്നിപ്പോൾ ഞാൻ വാപ്പാനെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് വജാലിനി പിന്നെ എന്താണ് വജാലി ലിസാന സിദ്ദിഖിൻ ഫിൽ ആഖിറ. വാപ്പാനെ പറ്റി നല്ലത് പറയാനുള്ളൂ, നല്ലത് കൊടുക്കാനേ ഉള്ളൂ, നല്ലത് പറയാനുള്ളൂ. അപ്പം നമ്മൾ പറയണോ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ മക്കൾക്ക് പിൽക്കാലത്ത് നമ്മളില്ലാത്തൊരു കാലത്ത് നമ്മളെ പറ്റി പറയാൻ നല്ലത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ശരി പറഞ്ഞേ, നമ്മൾ ഓരോരുത്തരും അതിന് ആ രൂപത്തിലേക്ക് വരണം. നമ്മൾ ആ വെല്ലിപ്പ, ആ വാപ്പ, ഞങ്ങളുടെ വെല്ലിപ്പ പഠിച്ച ഖുർആനാണ്. വെല്ലിപ്പ ഊതിയ ഖുർആനാണ്. വാപ്പ എഴുതാൻ വേണ്ടി കൊണ്ടുപോയ നോട്ട് പുസ്തകമാണ്. എൻ്റെ വാപ്പ ഖുർആൻ പഠിച്ച വാപ്പാന്റെ എഴുത്താണ്. വാപ്പ എഴുതിയ നോട്ട് പുസ്തകമാണ്, ഡയറിയാണത് ഖുർആന്റെ. ഇത് പറയാൻ അതേ സമയത്ത് നേരെ മറിച്ചുകൊണ്ട് ഞാൻ പറയണല്ല. വാപ്പാരെ പറ്റി, കാരണന്മാരെ പറ്റിയിട്ട് ചില മക്കളൊക്കെ വാപ്പാരെ പറ്റി പറഞ്ഞ ചില വാക്കുകളിലല്ലോ. ഉദാഹരണ നമ്മളെ പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാം. ശരി, ഇനി ഇതാണ് ഒന്നാമതായി പടച്ചോനെ റബ്ബി ഹബിലി ഹുക്കുമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചിട്ട് പടച്ചോനെ നല്ല ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തി പഠിച്ചോനെ. എന്നിട്ട് വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിറ. പിൽക്കാലക്കാരും എൻ്റെ മക്കളെ എന്നെപ്പറ്റി നല്ലത് പറഞ്ഞു പഠിച്ചോനെ. ഇനി കിട്ടുന്ന അനന്തരം എന്താണ്? അതാണ് വജഅലി മിൻ വറസതി ജന്നത്തിൻ നഈം. ജന്നത്തുൽ നഈം എന്ന ഫിർദൗസിന്റെ അനന്തരാവകാശിയാക്കി എന്നെ മാറ്റി പഠിച്ചോനെ. ഇപ്പൊ എന്താ കിട്ടിയ വേറെ നരങ്ങള് എന്താ കിട്ടുന്ന പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠതാണ്. ഫിർദൗസ് ചോദിക്കാനാ പറഞ്ഞത്. ഫിർദൗസ് എത്ര സ്ഥലത്ത്? 2 സ്ഥലത്ത്. 2 തവണ ഫിർദൗസിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഞാനതാ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ജന്നാത്തുൽ നഈം എന്നാണ്. ഫിർദൗസിനെ പറ്റി പറഞ്ഞ വേറെ വാക്ക്. അപ്പൊ അത് ആയത്ത് നമ്മളെ മനസ്സിൽ കാണാം. ആ ആയത്ത് കാണാതെ പഠിക്കണം. എന്റെ റബ്ബിനോട് ചോദിക്കാം. അല്ല, ജന്നാത്തുൽ ഫിർദൗസ് 2 തവണ ഫിർദൗസ് വന്നിട്ടുണ്ട്. ആ 2 സ്ഥലം ഞാൻ പറഞ്ഞു. പിന്നെ ആ ഫിർദൗസിന്റെ വേറൊരു വാക്കാണ് എന്ത്? ജന്നാത്തുൽ നഈം. അതാണ് വജഅലനി വറസതി ജന്നത്തിൻ നഈം. ആ പ്രാർത്ഥന നമ്മൾ റബ്ബി ഹബിലി ഹുക്മൻ എന്ന് പറയട്ടെ. റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് പറയും. റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. കാണാതെ റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. കാണാതെ റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. 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 വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. 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 അപ്പോൾ ഇത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇത് പഠിക്കണം, കാണാൻ പഠിക്കണം. നമ്മൾ എത്തിച്ച് കാണാൻ പഠിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞറിയോ? അഫമൻ യത്തഖി ബിവജി, നമ്മൾ ഇപ്പോഴത്തേക്ക് കടന്നിട്ടില്ല. അഫമൻ യത്തഖി ബിവജി സൂഅൽ അദാബി യൗമൽ ഖിയാമ എന്ന് പറയുന്ന ആശയം ഖിയാമത്ത് നാളിലെ ഏറ്റവും മോശപ്പെട്ട ശിക്ഷയെ മുഖം കൊണ്ട് കഴിക്കേണ്ടി വരുന്ന ആൾക്കാരെ പറ്റിയാൽ പറയാൻ പറഞ്ഞത് വളരെ ഭീകരമാണ്. പക്ഷെ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വളരെ ഭീകരമാണ്. നമ്മളെ കാൽപാദത്തിന്റെ സ്ഥലത്ത് നമ്മളെ മുഖം പറ്റുന്ന അവസ്ഥ വരാണ്ട്.
പരലോകത്ത് എങ്ങനെ വരികയെന്ന് പറയുന്നുണ്ട്. കാൽപാദത്തിന്റെ സ്ഥലത്ത് എന്ത് വരും? മുഖം വരും. അപ്പൊ മുഖം വരുമ്പോ തൊള്ള സീലാണ്, കൊണ്ടൂല. കാല് മേലേക്കാണ്, കാലാണ് സാക്ഷി പറയാം. ദശകത പറഞ്ഞിരും ഈ അവസ്ഥ വരാൻ പോകുന്നുണ്ട്. ശിക്ഷണം തടുക്ക. അവിടെ എത്രയ്ക്കെന്നാണ് തത്വമല്ല കേട്ടോ, തത്വമല്ല. നമ്മൾ വിചാരിച്ച തത്വമല്ല. ഇതേതാറിയാം നമ്മളല്ല പണ്ട് തമാശയും പറയല്ല, ഇപ്പൊ നല്ല കിട്ടി ഞാൻ മോളോട് തടുത്ത് നെഞ്ഞോട് എടുത്തൊക്കെ പറയില്ലേ, ആ ശിക്ഷ തടുക്കൽ, അടി തടുക്കലേനാണ്. ആ തടുക്കലേനാണ് ഈ തത്വത്തായി. ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശമായ ശിക്ഷ മുഖം കൊണ്ട് തടുക്കേണ്ടി വരുന്ന ഒരുവൻ അഹമൻ എന്നുള്ളത് ഈ പറഞ്ഞ മേലത്തെ തായി വരാൻ പോണ ആയത്തുകളിലേക്കുള്ള താരതമ്യ പഠനമാണ്. ഒരേ ഭയങ്കര ഖുർആന്റെ പ്രകാശത്തിൽ ജീവിച്ച് മരിച്ചു പോകണല്ലാത്ത ഒരേ പോലെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വർഗം പറഞ്ഞ ആയത്ത് ഊതിയിട്ട് സ്വർഗം ചോദിക്കുക, നരകത്തെ കുറിച്ച് പറയുന്ന ശിക്ഷനെ കുറിച്ച് പറയുന്ന ആയത്ത് ഊതിയിട്ട് ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കുക. ഇപ്പൊ ജഹന്നം നരകം അല്ലെ, എത്ര തവണ ഖുർആനുണ്ട് അറിയോ? ഫിർദൗസ് 2 തവണ, ജഹന്നം 77 തവണ ഖുർആനുണ്ട്. ജഹന്നം 77 തവണ ഖുർആനുണ്ട്. എന്താണ് അതിന്റെ ആയത്തുകൾ? വിഷയം എന്താ അറിയോ? ജഹന്നമിന്റെ ഭീകരത, ജഹന്നമിന്റെ കാഠിന്യം, ജഹന്നമെത്തുന്ന ആൾക്കാർ, ജഹന്നമിന്റെ ശബ്ദം, അത് വരെയുണ്ട്. ജഹന്നമിന്റെ ശബ്ദം, ജഹന്നമിന്റെ പിന്നെന്താ പറയാ ആരവങ്ങൾ, ഇത് വലിയ ഖുർആന് വളരെ ഒരുപാട് പിന്നെന്താ പറയാ ഒരു 10-70ഓളം പദങ്ങളിലൂടെ ജഹന്നമിനെ അല്ലാഹു വിശദീകരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു ഫിർദൗസ് 2 തവണ പറഞ്ഞു, ഫിർദൗസിന് ചോദിക്കാൻ പറഞ്ഞില്ലേ? ഇതേപോലെ 76 തവണ ജഹന്നമിന്റെ ഭീകരത ജഹന്നമിൽ ആൾക്കാരെ പറ്റിയ. ഒരു തവണ എന്താ അറിയോ? ജഹന്നമിന് രക്ഷയാണ്. ജഹന്നമിന് രക്ഷ ചോദിക്കണം. ഏതാണ് ജഹന്നമിന് രക്ഷ ചോദിക്കുന്ന ആയതാണ്? അറിയില്ലേ? അറിയാൻ അറിയാം, ഓർമ്മ ചെയ്യണം. റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നം. ജഹന്നമിലെ ശിക്ഷയിൽ ഞങ്ങൾ തിരിച്ചു കള പഠിച്ചോനെ, ഞങ്ങൾക്ക് താങ്ങാൻ കയ്യില പഠിച്ചോനെ, സഹിക്കാൻ കയ്യില പഠിച്ചോനെ, ഏറ്റവും മോശപ്പെട്ട സംഗീതമാണ് പഠിച്ചോനെ. കണ്ടോ? ഇത് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അതെന്താ പറഞ്ഞറിയാം? ഒരു നബിയെ പറഞ്ഞാളാ മാബിക്കും റബ്ബിലുള്ള ദുആക്കും, അള്ളാഹ് പഠിപ്പിക്കുന്ന ദ്വാരത്തിലേക്ക് എന്റെ റബ്ബുകളെ പരിഗണിക്കാന്ന് പറഞ്ഞാണ്. ഇതിനർത്ഥം എന്താ? ഇതിനർത്ഥം എന്താ? റബ്ബ് പഠിപ്പിച്ച പ്രാർത്ഥന പഠിച്ചിട്ടില്ലെങ്കിൽ ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ തരൂലാണ്. ചോദിക്കണമെന്ന് അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. നമ്മൾ പറയുകയാണെങ്കിൽ പരീക്ഷണമാണ്, പരീക്ഷണം അല്ല. ദുനിയാവ് എന്തിനുള്ള പരീക്ഷണം എന്നറിയോ? നമ്മളെന്താ വിചാരിച്ചത്? സ്വത്തും മുതലും മാത്രമാണ്. അല്ല, ലിയബ്തലിയക്കും ഫീമ ആതാക്കും. ശരിക്കും ശ്രദ്ധിക്കണേ, ലിയബ്തലിയക്കും ഫീമ, നിങ്ങൾക്ക് തന്നതിൽ നിങ്ങളെ പരീക്ഷിക്കാം. എന്താ ഈ ആതാക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലിയബ്തലിയക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ, ഫീമ ആതാക്കും, ഫീമ ആതാക്കും, നിങ്ങൾക്ക് നൽകിയത്. എന്താ ഈ ആതാക്കും? ആതാക്കും റസൂൽ ഫഖുദു വനഹാകും അൻഹു ആതാക്കും റസൂൽ. റസൂൽ കൊണ്ടുവന്ന എന്താ? ഖുർആനും ആണ്. ലിയബ്തലിയക്കും ഫീമ ആതാക്കും, നിങ്ങൾക്ക് നൽകപ്പെട്ടത് നിങ്ങളെ പരീക്ഷിക്കാൻ. ആതാക്കും റസൂൽ, അതാ റസൂൽ കൊണ്ടുവന്ന ഖുർആനും സുന്നത്തും ആരും പഠിക്കും, അതിനുവേണ്ടി ആരും ഒരുങ്ങിയിരിക്കും, സമയം നീക്കി വെക്കും എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം, ആ സ്വർഗം ചോദിക്കാതെ പ്രാർത്ഥന നമ്മൾ പഠിച്ചു. ജന്നത്തിൽ നമ്മൾ പേടിക്കുന്ന നരകം, അതിനുള്ള പ്രാർത്ഥന നമ്മൾ ഓർത്തു. റബ്ബന സിരിഫ് അദാബ ജഹന്നമ അദാബ കാനമാ. ഇത് സൂറത്ത് ഫുർഖാൻ അവസാന ഭാഗത്താണ് ഞാൻ പറഞ്ഞത്. സൂറത്ത് ഫുർഖാനിലാണ് റബ്ബന സിരിഫ് അദാബ ജഹന്നമ. അത് മാത്രമല്ല കേട്ടോ, സൂറത്ത് ഫുർഖാൻ അവസാന ഭാഗത്ത് വേറെ കുറേ ദുആ പറയുന്നുണ്ട്. റബ്ബന ഹബ് ലനാ പെട്ടതാണ്. എന്നിട്ട് അവസാനമാണ് ആ പ്രാർത്ഥന, കുറേ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് അവസാനം അല്ലാഹു പറയാണ് നബിയോട്, കുൽ നബിയെ പറയുക, മാ യഅബുബിക്കും റബ്ബി ലൗലാ, നിങ്ങളെ ദുആ ഇല്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുക എന്ന് പറയാം. അപ്പൊ ആ ദുആ പറയണ്ടേ, പഠിക്കണ്ടേ? അല്ലാഹു അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുപറ്റിയും അല്ലാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ ഇടപാടുകളിൽ നിന്നുള്ള കച്ചവടത്തിലുമെല്ലാം അല്ലാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഇതിലേക്കുള്ള തടസ്സം അല്ലാഹു നമുക്ക് നീക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ സാലിഹായ സന്താനങ്ങളാക്കി മാറ്റി തരുമാറാകട്ടെ.
അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت